വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. ഇന്നത്തെ എക്സാം എങ്ങനെയുണ്ടായിരുന്നു? ഇന്റഗ്രേഷൻ ഡേ 2 ഈസി ആയിരുന്നോ? ഈസി ആയിരുന്നു അല്ലേ? വളരെ എളുപ്പമുള്ള എക്സാം ആയിരുന്നു. ഓക്കെ, അതിനു മുമ്പ് ടീച്ചർ ഒരു കാര്യം പറയട്ടെ. ഈ വർഷത്തെ വെക്കേഷൻ ക്ലാസ്സസ്, കിഡ്സ് ഏരിയ ഓൺലൈൻ വെക്കേഷൻ ക്ലാസ്സസ് ഏപ്രിൽ 1 സ്റ്റാർട്ട് ആവുകയാണ് കേട്ടോ. എല്ലാവരും വേഗത്തിൽ തന്നെ ജോയിൻ ചെയ്തോളൂ. അഡ്മിഷൻ സ്റ്റാർട്ടായി കഴിഞ്ഞു. ഏപ്രിൽ 1 വെക്കേഷൻ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. എഴുതാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. കൂട്ടി എഴുതാനും കൂട്ടി വായിക്കാനും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ വരുന്ന ഒത്തിരി കുട്ടികളുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഈ വിഷയങ്ങൾ കൂട്ടി എഴുതാനും കൂട്ടി വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് ബേസിക് ക്ലാസ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട് കുട്ടികൾക്കായി. അതുപോലെ കുട്ടികൾക്കായുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ ഈ വെക്കേഷനിൽ ക്രമീകരിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് എക്സാം എഴുതാനായിട്ട് അത്യാവശ്യമായിട്ട് ഇംഗ്ലീഷ് ഗ്രാമർ അറിഞ്ഞിരിക്കണം. സ്വന്തമായിട്ട് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ അതിനായിട്ടുള്ള ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ്സുകളുണ്ട്. മാത്സ് ബേസിക് ക്ലാസ്സുകളുണ്ട്. ഇനി 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക് 1ാം ക്ലാസ്സിലേക്കുള്ള പ്രിപ്പറേഷൻ ക്ലാസ്സസ് ഉണ്ട്. LKG UKG പ്രിപ്പറേഷൻ ക്ലാസ്സസ് ഉണ്ട്. ഇങ്ങനെ ഒത്തിരി ക്ലാസ്സുകൾ ഈ വെക്കേഷന് കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. സൂമിൽ ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത് കേട്ടോ. സൂമിൽ ലൈവ് ക്ലാസ്സുകളാണ്. നിങ്ങൾ ഏതെങ്കിലും ദിവസം ആബ്സെന്റ് ആവുകയാണെങ്കിൽ റെക്കോർഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ ഉള്ളതുപോലെ തന്നെ STD1 മുതൽ STD5 വരെ ജൂൺ 1 ട്യൂഷനും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരും അത് ഓർമ്മയിൽ വെക്കുക. നിങ്ങൾക്ക് ഏത് ക്ലാസ് ആണോ ആവശ്യം, നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ ഏത് കോഴ്സാണോ ആവശ്യമാണ് നിങ്ങൾ പറയുക. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഇവിടെ നിന്ന് അയച്ചു തരുന്നതാണ്. വാട്സ്ആപ്പ് നമ്പർ 9746487799. ഒരിക്കൽ കൂടി പറയാം, 9746487799. ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്നതിന് മുൻപ് ഇന്നലെ ടീച്ചർ ഇന്റഗ്രേഷൻ ഡേ 1 4ാമത്തെ പ്രവർത്തനത്തിൽ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞത് ചെറിയൊരു തെറ്റുണ്ട് കേട്ടോ. അത് ടീച്ചർ ഇതിനോടൊപ്പം പറയാണ്. ക്രിയ എഴുതുക. ഇവിടെ നിങ്ങൾ എഴുതേണ്ടത് 5 എണ്ണമുള്ള 2 എണ്ണമുണ്ട്. ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം. ഓക്കെ, ഇതിൽ എത്ര എണ്ണമുണ്ട്? 5 എണ്ണം. അപ്പൊ 5 എണ്ണമുള്ള 2 എണ്ണമുണ്ട്. 5 × 2 = 10. ഇതാണ് ശരി ഉത്തരം. ഇന്നലെ ടീച്ചർ 5 × 5 പറഞ്ഞു, തെറ്റിപ്പോയി, സോറി. അപ്പോൾ ഇതാണ് ശരി ഉത്തരം. മനസ്സിലായല്ലോ? 5 × 5 എണ്ണമുള്ള 2 പാക്കറ്റ്. ഇതേ മോഡൽ എഴുതാനായിരുന്നു. 5 എണ്ണമുള്ള 2 പാക്കറ്റ്. ഓക്കെ, ഇനി അടുത്തതിന്റെ ആൻസർ ചിത്രീകരിക്കാം. 4 എണ്ണമുള്ള 2 പാക്കറ്റ് ആണ് ഇവിടെ വരിക. 4 എണ്ണമുള്ള 2 പാക്കറ്റ്. ഓക്കെ, 1 2 3 4. 1 2 3 4. 4 എണ്ണമുള്ള 2 പാക്കറ്റ്. 4 × 2 = 8. ഇതാണ് ഇവിടെ വരിക. ഇത് ഇന്നലത്തെ ക്വസ്റ്റ്യനിൽ ടീച്ചർ പറഞ്ഞപ്പോൾ തെറ്റ് വന്നു പോയതാണ്. എല്ലാവരും ഇതൊന്ന് നോട്ട് ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 2ാം ദിവസം 1ാമത്തെ ചോദ്യം കഥ എഴുതാം എന്നുള്ളതാണ്. ലാവണ്യയുടെ കഥാ പുസ്തകത്തിന്റെ കവർ പേജ് നോക്കൂ. ചിത്രം നോക്കി കഥ എഴുതൂ. അനുയോജ്യമായ തലക്കെട്ടും നൽകണം. ഈ ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നേ? ഇതൊരു വലിയൊരു മരമാണ്. ഈ മരത്തെ ആശ്രയിച്ച് ഒരുപാട് പേരുണ്ട്. നോക്കി, മരത്തിൽ നിന്ന് വീഴുന്ന മാങ്ങ കുട്ടികൾ കഴിക്കുന്നു. മരപ്പൊത്തിൽ തത്തയുണ്ട്. മരത്തിൽ ഒരു പക്ഷിക്കൂടുണ്ട്, കിളിക്കൂടുണ്ട്, അതിൽ കുഞ്ഞുങ്ങളുണ്ട്. തേനീച്ച കൂടുണ്ടാക്കിയിരിക്കുന്നു. ഇങ്ങനെ ഒത്തിരി ജീവജാലങ്ങളുടെ കേട്ടോ. ഉറുമ്പിന്റെ കൂട് കണ്ടോ? ഉറുമ്പിന്റെ കൂടും അവിടെയാണ്. അണ്ണാനെ കണ്ടോ? അങ്ങനെ ഒത്തിരി ജീവജാലങ്ങളുടെ ജീവിക്കുന്ന സ്ഥലമാണ് ഈ മാവുമരം. കുട്ടികളൊക്കെ അതിൻ്റെ ചുവട്ടിൽ കളിക്കാൻ വരാറുണ്ട്. പൂച്ചയുണ്ട്, നായയുണ്ട്. അങ്ങനെ ഒത്തിരി ജീവജാലങ്ങളും മനുഷ്യരും ഒക്കെ ആശ്രയിക്കുന്ന ഒരു മരമാണ് മാവുമരം. ആ മാവുമരത്തെ വെട്ടാനായിട്ട് ഇങ്ങോട്ട് നോക്കി 2 മരം വെട്ടുകാർ വരുന്ന കണ്ടോ? അപ്പൊ ഇതാണ് ചിത്രം. അപ്പൊ നിങ്ങൾക്ക് ഈ ചിത്രം കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇതുപയോഗിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു കഥ എഴുതുക എന്നുള്ളതായിരുന്നു. തലക്കെട്ടും കൊടുക്കണം, ഒരു പേരും കൊടുക്കണം. അങ്ങനെ ഒരു കഥ എഴുതുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ആക്ടിവിറ്റി. കഥയുടെ പേര് ഇവിടെയാണ് എഴുതാനുള്ളത്. അടുത്ത പ്രവർത്തനം 8 വരച്ച് യോജിപ്പിക്കാം എന്നുള്ളതാണ്. ലാവണ്യയുടെ പുസ്തകത്തിലെ ചിത്രത്തിന് അനുയോജ്യമായ സൂചനകൾ കളങ്ങളിൽ നിന്ന് കണ്ടെത്തി വരച്ച് ചേർക്കുക. ഇതെന്താണ്? സിഗ്നൽ ആണ്. സിഗ്നൽ ആവുമ്പോൾ ഇതിൽ എന്താണ് ശ്രദ്ധിക്കുക? ആശുപത്രി അടുത്തുണ്ടെന്നാണോ? അല്ല. നിർത്തുക, തയ്യാറാവുക, പോവുക. ഇതാണല്ലോ. റെഡ് നിർത്തുക, ഓറഞ്ച് അല്ലെങ്കിൽ യെല്ലോ തയ്യാറാവുക, ഗ്രീൻ പോവുക. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട
ഏതാണ് ഈ ചിത്രവുമായി ബന്ധപ്പെട്ടത്? ഈ കാര്യമാണ്. ഇതിലോട്ട് വരച്ചു ചേർക്കാം. അടുത്തത് നോക്കിയേ, ഇത് സീബ്ര ലൈനാണ്. സീബ്ര ലൈനിലൂടെ ഒരാൾ നടന്നു പോകുന്നു. അതുമായി ബന്ധപ്പെട്ട വാക്യം, കാൽനട യാത്രക്കാർക്ക് സുരക്ഷിതമായി റോഡ് മുറിച്ചു കടക്കാനുള്ള ഇടമാണ് ഈ ചിത്രം. അപ്പോൾ ഇത് ഈ സെന്റൻസുമായിട്ട് യോജിപ്പിക്കുക. അടുത്തത് ഒരു സൈക്കിളാണ്. ഈ സൈക്കിളുമായി ബന്ധപ്പെട്ടത് ഏതാണ്? സൈക്കിളുമായി ബന്ധപ്പെട്ടത് ഇതിൽ ഏതാണ്? ഇരുചക്രമുള്ള എനിക്ക് ഇന്ധനം ആവശ്യമില്ല. ഇരുചക്രമുള്ള എനിക്ക് ഇന്ധനം ആവശ്യമില്ല. ഇതാണ് ഈ സൈക്കിളുമായി ബന്ധപ്പെട്ട വാക്യം. ഇനി അടുത്ത ചിത്രം നോക്കാം. അടുത്ത ചിത്രം ചോദിച്ചിട്ടുണ്ടായിരുന്നത്, ഇവിടെ ഒരു സിമ്പൽ നൽകിയിട്ടുണ്ട്. ഇതെന്താണ്? സ്കൂൾ അടുത്തുണ്ട് എന്നുള്ളതാണ്. ശ്രദ്ധിക്കുക, സ്കൂൾ അടുത്തുണ്ട്. ഇത് ഏത് സിമ്പലാണ്? ശ്രദ്ധിക്കുക, സ്കൂൾ അടുത്തുണ്ട് എന്ന് കാണിക്കുന്നതിനുള്ള ഒരു സിമ്പലാണ്. ശ്രദ്ധിക്കുക, സ്കൂൾ അടുത്തുണ്ട്. ഇനി നാലാമത്തത് നോക്കാം. നാലാമത്തത് ഒരു എയ്റോപ്ലെയിൻ ആണ്. ഇതിലെന്താണ് നമുക്ക് മനസ്സിലാവുന്നത്? വായുവിലൂടെ സഞ്ചരിക്കുന്ന എനിക്ക് ഇന്ധനം ആവശ്യമാണ്. വായുവിലൂടെ സഞ്ചരിക്കുന്ന ഒരു വാഹനമാണ് എയ്റോപ്ലെയിൻ, വിമാനം. അപ്പോൾ വായുവിലൂടെ സഞ്ചരിക്കുന്ന എനിക്ക് ഇന്ധനം ആവശ്യമാണ്. ഇതാണ് ശരി ഉത്തരം. അപ്പൊ എല്ലാവരും ഇത് ശരിയായിട്ട് എഴുതിയിട്ടുണ്ടാവും. മൂന്നാമത്തെ പ്രവർത്തനം, അതിൽ പ്രവർത്തനം 9, തോട്ടം നനയ്ക്കാം എന്നുള്ളതാണ്. സ്കൂൾ തോട്ടത്തിലെത്തിയ ലാവണ്യയും കൂട്ടുകാരും വാടിയ ചെടികൾ ശ്രദ്ധിച്ചു. ബക്കറ്റിൽ വെള്ളം എടുത്ത് ചെടികൾ നനച്ചു. ജലത്തിന്റെ മറ്റു ഉപയോഗങ്ങൾ എഴുതുക. ഇതെല്ലാവരും എഴുതിയിട്ടുണ്ടാവും. കുടിക്കാനായിട്ട് ഉപയോഗിക്കാം. കുടിക്കാൻ നമുക്ക് ജലം വേണം. കുളിക്കാൻ വേണം. കുളിക്കാൻ ജലം വേണം. ആഹാരം പാചകം ചെയ്യാൻ എന്ത് വേണം? ആഹാരം പാകം ചെയ്യാൻ ജലം വേണം. തുണി അലക്കാൻ എന്ത് വേണം? തുണി കഴുകാൻ. അലക്കാൻ ജലം വേണം. കന്നുകാലികളെ കുളിപ്പിക്കാൻ, വാഹനങ്ങൾ കഴുകാൻ, കൃഷി ചെയ്യാൻ, ഇതിനൊക്കെ എന്താ? ജലം ആവശ്യമാണ്. അത് ഓരോ കുട്ടികളും നിങ്ങളുടെ ആശയത്തിലായിരിക്കും ഇത് എഴുതിയിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ ജലത്തിന്റെ ഉപയോഗങ്ങൾ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്ത ചോദ്യം, ക്ഷീണം അകറ്റാം. ചെടികൾ നനച്ചും കൃഷിത്തോട്ടം പരിപാലിച്ചും ക്ഷീണിച്ച കൂട്ടുകാർക്ക് അധ്യാപകർ നാരങ്ങ വെള്ളവും സംഭാരവും നൽകി. 29 ആൺകുട്ടികളും 33 പെൺകുട്ടികളാണ് ഉള്ളത്. ആകെ കുട്ടികളിൽ 34 പേർ നാരങ്ങ വെള്ളമാണ് കുടിച്ചത്. ബാക്കിയുള്ളവർ സംഭാരവും കുടിച്ചു. എങ്കിൽ എത്ര പേർ സംഭാരം കുടിച്ചു? അപ്പൊ ആദ്യം കാണേണ്ടത് ആകെ കുട്ടികൾ. 29 ആൺകുട്ടികളും 33 പെൺകുട്ടികൾ. അപ്പോൾ ആകെ കുട്ടികളെ നമുക്ക് എങ്ങനെ കണ്ടെത്താം? ടോട്ടൽ എങ്ങനെ കണ്ടെത്താം? ടോട്ടൽ എങ്ങനെ കണ്ടെത്താം? 29 പ്ലസ് 33 കൂട്ടുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടിക്കാണും? 62 കിട്ടിയോ? 62 ആണ് കിട്ടുക. ഇനി നാരങ്ങ വെള്ളം കുടിച്ചവർ എത്ര പേരാണ്? 34 പേർ. ഇതിൽ തരം നൽകിയിട്ടുണ്ട് 34 പേർ. അങ്ങനെയാണെങ്കിൽ സംഭാരം കുടിച്ചവർ എത്രയാ? സംഭാരം കുടിച്ചവർ ഈ 62-ൽ നിന്നും, ആകെ കുട്ടികളായ 62-ൽ നിന്നും നാരങ്ങ വെള്ളം കുടിച്ച 34 പേരെ കുറയ്ക്കുക. അപ്പോൾ ആൻസർ എന്താ കിട്ടുക? 28 എന്ന് കിട്ടും. 28 ആൻസർ കിട്ടിയോ എല്ലാവർക്കും? 28. ഇനി ഇതിൽ ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. സംഭാരം കുടിച്ചവരെക്കാൾ എത്ര കൂടുതലാണ് നാരങ്ങ വെള്ളം കുടിച്ചത്? അപ്പോൾ സംഭാരം കുടിച്ചത് 28 ആണ്. നാരങ്ങ വെള്ളം കുടിച്ചവർ 34 ആണ്. അപ്പോൾ 34-ൽ നിന്ന് 26 എന്ത് ചെയ്താൽ മതി? 28 കുറച്ചാൽ മതി. അപ്പോൾ കിട്ടുന്ന ഉത്തരം എത്രയാണ്? 6 പേരാണ് സംഭാരത്തെക്കാൾ നാരങ്ങ വെള്ളം കൂടുതൽ കുടിച്ചവർ. ഓക്കെ, 6 കുട്ടികൾ നാരങ്ങ വെള്ളം കൂടുതൽ കുടിച്ചിട്ടുണ്ട്. ഇതെല്ലാവരും എഴുതിയല്ലോ. ഈ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്തില്ലേ? യെസ്. അടുത്ത ചോദ്യം വിളവെടുപ്പ് ഉത്സവമാണേ. സ്കൂളിലെ വിളവെടുപ്പ് ഉത്സവം 2025 ഫെബ്രുവരി 8 ശനിയാഴ്ചയാണ്. അതിന് എല്ലാവരെയും ക്ഷണിക്കാനുള്ള കത്ത് തയ്യാറാക്കുക. കത്ത് തയ്യാറാക്കുക എന്നുള്ളതാണ് ചോദ്യം. ഇപ്പൊ നമ്മളിവിടെ ഹെഡിങ് കൊടുക്കണം. ഹെഡിങ് എന്താണ്? വിളവെടുപ്പുത്സവം. ഹെഡിങ് വിളവെടുപ്പുത്സവം എന്ന് നമ്മൾ ഹെഡിങ് കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യണം? താഴെ നമ്മൾ എഴുതി തുടങ്ങണം. എന്താണ് നമ്മൾ എഴുതേണ്ടത്? പ്രിയരെ,
പ്രിയരെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാട്ടോ, ടീച്ചർ ഇവിടെ എഴുതുന്നതേ ഉള്ളൂ. നമ്മുടെ സ്കൂളിൽ വെച്ച് ഒരു വിളവെടുപ്പ് ഉത്സവം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. എന്നാണ് 2025 ഫെബ്രുവരി 8 ശനിയാഴ്ച രാവിലെ 10 മണിക്കാണ് വിളവെടുപ്പ് ഉത്സവം നടത്തുന്നത്. എല്ലാവരെയും പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്ന് ഹെഡ് മാസ്റ്റർ. ഓക്കെ, ഇനി ഡേറ്റ് എഴുതണ്ടേ? ഡേറ്റ് എവിടെ എഴുതും? ഇവിടെ എഴുതുക. ഈ ഡേറ്റുമായി ബന്ധപ്പെട്ടാണ് 2025 ഫെബ്രുവരി 8 നടത്തുന്നത്. അപ്പോൾ ഇടേണ്ട ഡേറ്റ് 2025 ഫെബ്രുവരി 8 മുമ്പുള്ള ഒരു ഡേറ്റ് ഇടുക. ഓക്കെ, അപ്പൊ എല്ലാവരും ഇത് നല്ലതുപോലെ എഴുതിയിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ചിൽഡ്രൻ, ഇതായിരുന്നു ഈ വർഷത്തെ ഇന്റഗ്രേഷൻ ഡേ 2 എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ. Okay children, bye bye. Thank you.